സുഹൃത്തുക്കളെ, കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നോക്കാം. ഇസ്രയേലിനെതിരെ ഇറാന്റെ മിസൈൽ ആക്രമണം, നിരവധി പേർക്ക് പരിക്ക്, വ്യാപക നഷ്ടം. ഇറാന്റെ ഏറ്റവും പുതിയ ആക്രമണത്തിൽ രാജ്യത്തിന്റെ നിരവധി പ്രദേശങ്ങൾക്ക് കേടുപാടുകൾ. അതിനിടയിൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിലേക്ക് US സൈന്യത്തിന്റെ അറ്റാക്ക്. സ്കൂളുകൾ ഓൺലൈൻ ആകും. അമേരിക്ക ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ ബഹ്റൈനിലെ സ്കൂളുകൾ ഓൺലൈൻ മോഡിലേക്ക് മാറുകയാണ്. സർക്കാർ ഓഫീസുകളും വർക്ക് ഫ്രം ഹോമിലേക്ക് മാറുകയാണ്. NIA 2 പേരെ അറസ്റ്റ് ചെയ്തു. പഹൽഗ്രാം ആക്രമണം നടത്തിയ ഭീകരർക്ക് സഹായം ചെയ്തു കൊടുത്ത 2 പേരെയാണ് NIA അറസ്റ്റ് ചെയ്തത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. 168 പേരുമായി ഗുവാഹത്തിയിൽ നിന്ന് ചെന്നൈയിലേക്ക് യാത്ര തിരിച്ച ഇൻഡിഗോ വിമാനം ബാംഗ്ലൂരിൽ എമർജൻസി ലാൻഡിംഗ് ചെയ്തു. ഇന്ധനക്കറവ് മൂലമാണ് എമർജൻസി ലാൻഡിംഗ് ചെയ്തത്. ICC ഏകീകൃത ടൂറിസ്റ്റ് വിസ വരുന്നു. സൗദി, ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നീ 6 രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ ഇനി ഒരു വിസ മാത്രം മതി. 2025 അവസാനത്തോടെ ഇത് നിലവിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫോളോ ഫോർ ഡെയിലി അപ്ഡേറ്റ്സ്.